ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വെബിനാർ നിങ്ങളോട് പറയാനും ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട തസ്തികയുടെ അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാനുമാണ്. അത് മറ്റൊന്നുമല്ല, ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. നമുക്കറിയാം, അധികാരം ധാരാളമുള്ളൊരു പോസ്റ്റാണ് ഈ ഒരു ലീഗൽ മെട്രോളജിയിലെ ജോലി എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ വാങ്ങുന്ന ഓരോ പ്രോഡക്റ്റിനും കൺസ്യൂമറിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റാണ്. അതിൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിന് യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് പവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ കൂടി പറ്റുന്ന ഒരു സംവിധാനമാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ എക്സിസ്റ്റ് ചെയ്യുകയാണ്. കേരള PSCയുടെ ഒരു പൊതുവായ പ്രവണത എന്ന് പറഞ്ഞാൽ ഒരു റാങ്ക് ലിസ്റ്റ് തീരുന്നതിന്റെ മുറയ്ക്ക് തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഈ അടുത്ത് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ എപ്പോഴും നോട്ടിഫിക്കേഷൻ കാണുന്ന ഒരു പൊതുവായ പ്രവണത ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു നോംസ് ആണ്. ഇവിടുത്തെ അടിസ്ഥാനപരമായ യോഗ്യത എന്ന് പറഞ്ഞാൽ ഫിസിക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് അതുകൊണ്ട് തന്നെ ബിടെക്കുകാർക്കും അപേക്ഷിക്കാം എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഇതിന്റെ യോഗ്യതകളെന്നും ഒപ്പം തന്നെ വെബിനാറിൽ എന്തൊക്കെയാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്നുമാണ് പറയാൻ പോകുന്നത്. ഈ ഒരു പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞ യോഗ്യത തന്നെയാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിടെക് ബിരുദധാരികൾക്കും ഒപ്പം തന്നെ ഫിസിക്സ് ഒരു പേപ്പറായിട്ട് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പിന്നീട് ഒരു വ്യവസ്ഥ കൂടി വെച്ചിട്ടുണ്ട്, ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അതിന് മസ്റ്റായിട്ടും വേണ്ടത് നിങ്ങൾക്ക് സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര സർവീസിൽ ഇതിന് തതുല്യമായ ഒരു പോസ്റ്റിൽ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്ത ഒരാളായിരിക്കണം. 2ൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു എംപ്ലോയിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു നോംസ് ആയിട്ട് പറയുന്നത്. ഇനിയും ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് 43,400 രൂപയിൽ തുടങ്ങി 91,200 അവസാനിക്കുന്ന ഒരു സാലറിയാണ്. നിലവിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ പറ്റുന്ന പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക്. എന്നാൽ ഇത് OBC, SC വിഭാഗങ്ങൾക്ക് പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതുമാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് നടന്ന എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 485/2022 ആണ്. അതായത് 2022 ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനിയും ഇതിന്റെ DOE നിലയിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 27/4/2024 നമുക്കറിയാം 3 വർഷമാണ് ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്നുള്ളത് കൊണ്ട് തന്നെ 24-25 കഴിയാറായിരിക്കുകയാണ്. 26 അവസാനത്തോടുകൂടി അല്ലെങ്കിൽ 4 മാസത്തോടുകൂടി ഇതിന്റെ കാലാവധി നമുക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് 3 വർഷം പൂർത്തിയാകുമ്പോൾ ഈ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം എന്നതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ഉടൻ വരികയും ഒപ്പം തന്നെ എക്സാമിനേഷനും മറ്റു കാര്യങ്ങളും അതിനനുബന്ധമായിട്ട് നടക്കും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അന്ന് ഈ ഒരു എക്സാമിനേഷന് വന്ന മാക്സിമം മാർക്ക് റിട്ടൺ എക്സാമിനേഷൻ സ്കോർ ചെയ്തിരിക്കുന്നത് 55 മാർക്കാണ്. അതായത് 55% മാർക്കാണെന്ന് ടോപ്പായിട്ട് വന്നിരിക്കുന്നത്. അന്നത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് 16 എണ്ണമാണ്. അന്ന് വന്നിരിക്കുന്ന മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് 90 പേരുടെ മെയിൻ ലിസ്റ്റാണ്. അപ്പോൾ ഓൾ ഓവർ കേരള ഉള്ളതാണെങ്കിലും ഈ ഒരു പോസ്റ്റിന്റെ കട്ട് ഓഫ് മാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ മെയിൻ റാങ്ക് ലിസ്റ്റും അറിയാം 90 പേരാണ്. അതിൽ നിന്ന് 16 പേർക്ക് നിയമനം പോയിട്ടുണ്ട്. ഇനിയും നിയമനങ്ങൾ പോകും. റാങ്ക് ലിസ്റ്റ് സ്റ്റിൽ എക്സിസ്റ്റ് ആയതുകൊണ്ട് തന്നെ. ഇനി പറയാനുള്ളത്, ഈ ഒരു എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കട്ട് ഓഫ് മാർക്കും ഒപ്പം തന്നെ ഇതിന്റെ മെയിൻ ലിസ്റ്റിന്റെ ഒരു നമ്പറും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം എന്നതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. ഇപ്പം നിങ്ങളുടെ ചിലപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും, അവസാന വർഷ വിദ്യാർത്ഥികളായിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി ജസ്റ്റ് പാസ് ഔട്ട് ആയവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് കുറേ അധികം ഗ്യാപ്പ് വന്നവരായിരിക്കും. നിങ്ങൾക്കൊക്കെ പഠിക്കണമെങ്കിൽ കൃത്യമായ ഒരു ധാരണ വേണം. അപ്പോൾ ആ ഒരു ധാരണ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതിന് നിങ്ങളെ സഹായിക്കുന്ന രീതിയിലാണ് നമ്മളൊരു വെബിനാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു വെബിനാറിൽ നിങ്ങൾ ലൈവായിട്ട് തന്നെ പങ്കെടുക്കണം. ഈ ലൈവായിട്ട് പങ്കെടുക്കുമ്പോഴത്തെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു വെബിനാർ നിങ്ങൾക്കായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് 14/10/2025 വൈകുന്നേരം 8 മണിക്കാണ്. ഇനി ഈ വെബിനാർ നിങ്ങൾ നേരിട്ട് പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പഠിച്ചു തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് അനവധി സംശയങ്ങൾ കാണും. പ്രത്യേകിച്ചും ഒരു പഠനത്തിന് ശേഷം ഒരു ഗ്യാപ്പ് വന്ന ഒരാൾക്കും പഠിച്ചിറങ്ങിയവർക്കും ഒക്കെ എങ്ങനെ പഠിക്കണം. ഇതൊരു മത്സര പരീക്ഷയാണ്. ഇത്രയും കാലം നമ്മൾ പഠിച്ച ഒരു ബിരുദ തലത്തിലെയോ അല്ലെങ്കിൽ ബിരുദാനന്ദ തലത്തിലെയോ ഉള്ള ഒരു പഠന രീതിയല്ല, മറിച്ചൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. അത് ക്രാക്ക് ചെയ്യുന്നതിന് കുറേ സ്ട്രാറ്റജീസ് വേണം. സമയത്തെ എങ്ങനെ മാനേജ് ചെയ്യണം, എക്സാം ഹാൾ എങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യണം. പ്രത്യേകിച്ചും നെഗറ്റീവ് ഉള്ള ഒരു എക്സാമിനേഷൻ ആകുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷനിൽ എങ്ങനെ നെഗറ്റീവ് വരാതെ ആൻസർ പഠിക്കാൻ പറ്റും. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളുടെ രീതി എന്താണ്. ഇപ്പോൾ PSC കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകളെ എങ്ങനെ ഓവർകം ചെയ്യണം, എങ്ങനെ ഒരു നല്ല സ്കോർ കിട്ടാം. അതായത് നമുക്ക്
പരീക്ഷ എഴുതിയിട്ട് സ്കോർ കിട്ടുമ്പോൾ അതായത് നമ്മൾ കണ്ടു ടോപ്പ് മാർക്ക് 55 ആണെന്ന് കണ്ടു. അപ്പം അതേപോലെയുള്ളൊരു മാർക്ക് നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും? ഇനി വരുന്ന പരീക്ഷയ്ക്കും ഇത് തന്നെ ആവണോ മാർക്ക്? വ്യത്യസ്തങ്ങളായുള്ള പരീക്ഷകളുണ്ട്. ചിലപ്പം ഈസി ലെവലായിരിക്കും, മോഡറേറ്റ് ലെവലായിരിക്കും, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ലെവലായിരിക്കും. അപ്പോൾ ഓരോ പരീക്ഷയ്ക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജീസും വേ ഓഫ് പ്രിപ്പറേഷനും എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളൊരു ധാരണ നിങ്ങൾക്ക് നേരിട്ട് കിട്ടാൻ നിങ്ങൾ നേരിട്ട് ചോദിക്കണം. കാരണം നമുക്ക് വെബിനാർ എടുക്കുന്ന ഒരാൾ ഒരു സെർട്ടൺ വേയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ടന്റുകളായിരിക്കും ഡെലിവർ ചെയ്യുന്നത്. നിങ്ങൾ നേരിട്ട് ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് അവിടെ പുതിയ പുതിയ ചോദ്യങ്ങൾ ഉയരുന്നത്. പുതിയ പുതിയ ചോദ്യങ്ങളിൽ നിന്നാണ് നമുക്ക് വേണ്ട ഉത്തരങ്ങൾ ഡിറൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ മറക്കണ്ട, ഈ വരുന്ന 14-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ് നമ്മൾ ഈ ഒരു വെബിനാർ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. അതിലെല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കണം. നിങ്ങളെല്ലാവരും കയറി അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ എക്സാമിനേഷനെ തയ്യാറെടുത്ത് തുടങ്ങാം. ഈ ഒരു സർക്കാർ ജോലി നമുക്കുള്ളതാണെന്ന് തന്നെ ഉറപ്പിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാവുന്നതാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റാങ്ക് ഈ ഒരു എക്സാമിനേഷന് കരസ്ഥമാക്കാൻ പറ്റും. നേരത്തെ പഠിച്ചു തുടങ്ങി ഒരു ഉയർന്ന റാങ്കിൽ എത്തുവാൻ ഏണസ്റ്റ് അക്കാഡമി നിങ്ങളെ സഹായിക്കും. നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ ജോലിക്കൊപ്പം തന്നെ പഠിക്കാവുന്നതാണ്. നിങ്ങളുടെ സമയക്രമം അനുസരിച്ച് തന്നെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളും ഒപ്പം തന്നെ ലൈവ് ക്ലാസ്സുകളിലും പങ്കെടുക്കാൻ പറ്റുന്നതാണ്. പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. അതിനെല്ലാം ഉപരി നമുക്ക് റെഗുലർ ആയിട്ട് അതിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള എക്സാമുകളുണ്ട്. ഒരു എക്സാമിനേഷൻ മത്സര പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലൈവായിട്ട് തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് ഉണ്ട്. കൂടാതെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള നിരവധി ഫീച്ചേഴ്സ് ഉള്ള ഈ കോഴ്സിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പങ്കെടുത്ത് ഈ പ്രധാനപ്പെട്ട ഈ ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റിനായി തയ്യാറെടുപ്പുകൾ തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഈ സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.